നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. 400 സീറ്റ് എന്ന ലക്ഷ്യത്തോടെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയ ബി.ജെ.പിക്ക് കനത്ത പ്രഹരമായിരുന്നു ഏറ്റുവാങ്ങേണ്ടി വന്നത്. 400 പോയിട്ട് 300 സീറ്റ് പോലും നേടാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കേവല ഭൂരിപക്ഷമായ 272 സീറ്റ് പോലും ഒറ്റയ്ക്ക് നേടാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ സർക്കാർ രൂപീകരണത്തിൽ സഖ്യകക്ഷികളുടെ കാൽക്കൽ വീണ് തന്റെ ഏകാധിപത്യം അടിയറവ് പറയേണ്ടി വന്നു മോദിക്ക്. അങ്ങനെ കൂട്ടുകക്ഷി സർക്കാർ അധികാരത്തിലേറിയെങ്കിലും ദിനംപ്രതി തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് മോദിക്കിപ്പോൾ. നേരത്തെ തന്നെ പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഭരണം പൂർത്തീകരിക്കില്ല എന്ന്. അത് യാഥാർത്ഥ്യമാകും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, EVM ഉപയോഗിച്ചൊരു വലിയ അട്ടിമറി നടത്തി തന്നെയാണ് ഇക്കാലം അത്രയും മോദി അധികാരത്തിലേറിയതെന്ന്. പല ഭാഗത്തും വലിയ തോതിലുള്ള അട്ടിമറി തന്നെയാണ് BJP നടത്തിയത്. തിരഞ്ഞെടുപ്പ് സമയത്ത് പോലും പല അക്രമങ്ങളും അഴിച്ചുവിടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ കൃത്രിമത്വം നടന്നുവെന്ന് ആരോപിച്ച് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം കേസ് കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു വിവരമാണ് പുറത്തു വരുന്നത്. മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിലെ വോട്ടെണ്ണലിനിടെ നിയമലംഘനം നടന്നുവെന്ന് തുറന്നു സമ്മതിച്ചു രംഗത്ത് വന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 48 വോട്ടിന് ജയിച്ച ശിവസേന ഷിൻഡെ സ്ഥാനാർത്ഥി രവീന്ദ്ര വൈഖരിയുടെ ബന്ധു നിയമവിരുദ്ധമായി വോട്ടെടുപ്പ് കേന്ദ്രത്തിൽ പ്രവേശിച്ചിരുന്നുവെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിച്ചത്. ഇതിന് പിന്നാലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ബന്ധുവിനെ പ്രവേശിച്ചതിനെതിരെയും തപാൽ വോട്ടുകൾ എണ്ണിയതിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ചും ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം അറിയിച്ചിരിക്കുകയാണ്. സംഭവം വിവാദമായ പശ്ചാത്തലത്തിൽ NDA ഘടകകക്ഷിയായ ഷിൻഡെ വിഭാഗം ശിവസേന നേതാവും MP-യുമായ രവീന്ദ്ര വൈഖരിയുടെ ബന്ധു മങ്കേഷിനെതിരെ മഹാരാഷ്ട്ര പോലീസ് കേസെടുത്തിരുന്നു. രവീന്ദ്ര വൈഖരിയുടെ മരുമകൻ മങ്കേഷ് EVM-മായി ബന്ധിപ്പിച്ച ഫോൺ ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയതോടെയാണ് പോലീസ് കേസെടുത്തത്. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഫോൺ ഉപയോഗിക്കുന്നതിന് വിലക്കുണ്ടെങ്കിലും മങ്കേഷ് ഫോൺ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട എതിർ സ്ഥാനാർത്ഥിയാണ് വിഷയം പുറത്തു കൊണ്ടുവന്നത്. മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് 48 വോട്ടുകൾക്കാണ് NDA സ്ഥാനാർത്ഥി രവീന്ദ്ര വൈഖരി വിജയിച്ചത്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമായിരുന്നു ഇത്. ഗോരേഗാവിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഈ മാസം 4-ന് വോട്ടെണ്ണൽ നടക്കുമ്പോൾ മങ്കേഷ് അവിടെ വെച്ച് സംശയാസ്പദമായി മൊബൈൽ ഫോൺ ഉപയോഗിച്ചതായാണ് കണ്ടെത്തിയത്. വൈകിട്ട് 4:30 വരെ നേരിയ വോട്ടിന് ഇന്ത്യ മുന്നണിയുടെ അമോൽ കൃതികർ ആയിരുന്നു മുന്നിൽ. ഇന്ത്യ മുന്നണി ഇവിടെ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അസാധുവാകപ്പെട്ട പോസ്റ്റൽ വോട്ടുകളേക്കാൾ വിജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കുറവായതോടെ വീണ്ടും വോട്ടെണ്ണാൻ തീരുമാനിക്കുകയായിരുന്നു. 2 തവണ വോട്ടെണ്ണിയതോടെ 48 വോട്ടിന് രവീന്ദ്ര വൈഖർ വിജയിക്കുകയായിരുന്നു. റീകൗണ്ടിംഗ് നടന്ന സമയത്ത് മങ്കേഷ് നിരന്തരം ഫോൺ ഉപയോഗിച്ചിരുന്നതാണ് സംശയം ജനിപ്പിച്ചത്. വീണ്ടും വോട്ടെണ്ണണമെന്ന് ഇന്ത്യ മുന്നണി ആവശ്യപ്പെട്ടെങ്കിലും അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കൃത്രിമത്വം നടന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സമ്മതിച്ചിരിക്കുന്ന ഈ വേളയിൽ ഉദ്ധവ് ശിവസേന വിഭാഗം കടുത്ത നടപടി സ്വീകരിക്കാനായി കോടതിയെ സമീപിക്കുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റീപോളിംഗിന് ഉത്തരവിടുമോ കോടതി എന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യം.